വെള്ളം വന്ന ഈ കടയിലേക്ക് കയറി വരും. ഞാൻ ഒരു പെണ്ണ് കച്ചവടം ചെയ്യണ കടയാണ്. പൊടിക്കൊച്ചുണ്ട്, അതിനൊന്നും പുറത്തോട്ട് ഇറക്കാതിരിക്കണേ. ബസ് കാത്തിരിക്കോ, ബസ് കുറവാ. ഈ കാലസുഖയില്ലാത്ത ഞാൻ തുടച്ചു തൊട്ടില്ല, പാട് വന്നു. പുറത്ത് ജീവിതം നരകമായിട്ടുള്ള ജീവിതമാണ്. കുറച്ചൊക്കെ ബുദ്ധിമുട്ട് സ്വാഭാവികമാണ്, പക്ഷെ അത് കുറച്ച് അതിന്റെ ഗ്രേഡ് കുറച്ച് കൂടുതലായി പോയി. പിന്നെ റോഡില്ലല്ല, തോട് മാത്രമേ ഉള്ളൂ. ഈ അരൂർ ആലപ്പുഴ മേഖലയിൽ കുറേ കാലമായി ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. എങ്ങനെ തോന്നുന്നു? ഇപ്പോഴും ആ ബുദ്ധിമുട്ട് അങ്ങനെ തന്നെ ഉണ്ടോ? വളരെ കഷ്ടപ്പാടാണ്. ഏറ്റവും കൂടുതൽ ജോലിക്കാർക്കാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കാണ്. അവർ മഴ പെയ്തുണ്ടെങ്കിൽ ഈ പരിസരത്തൊന്നും നിൽക്കാനല്ല. ഇപ്പം ഈ വെള്ള ഷർട്ട് തന്നെ യാത്രക്ക് പറ്റില്ല, ഇവിടെ വന്ന് നിന്ന് പറ്റില്ല. അപ്പം എല്ലാവർക്കും ശ്വാസതടസ്സം. ഈ ഞാനൊരു ആർട്ട് പ്രസിഡന്റാണ്. ഏത് നേരം ഇതിലൂടെ നടന്നു വരണമെങ്കിൽ ശ്വാസം മുട്ടാണ്. അങ്ങനെ എല്ലാ വിധത്തിൽ ബുദ്ധിമുട്ടാണ്, കംപ്ലീറ്റ് ബുദ്ധിമുട്ടാണ്. അരൂർക്കാർക്ക് മൊത്തം അരൂർ വരുന്നത് ഈ തുറവുകളുള്ളത് എല്ലാവർക്കും മോളിക്കൂടെ പോകാൻ പറഞ്ഞു. പക്ഷേ ദുരിതാനുഭവിക്കാൻ ഇവിടുത്തെ സാധാരണക്കാരാണ്. അപകടങ്ങളും കൂടുതൽ കണ്ടമാനമുണ്ട്. എന്നുവെച്ചാൽ ഈ മലയാളികളൊക്കെ മരിക്കാൻ അറിയാണ്ട്, ഹിന്ദിക്കാർ മരിക്കാൻ ഒരു തെളിവുമില്ല, ഒന്നും അറിവില്ല. കണ്ടമാനം അപകടമുണ്ട്. നമ്മൾ ഇപ്പൊ തിരിച്ചറിയാറില്ലാണ്ട് ഇങ്ങനെ പോകാനൊക്കില്ല, ആളെ തിരിച്ചറിയില്ല. അതുപോലെ അപകടങ്ങളാണ്. എന്നുവെച്ചാൽ ഈ ഇപ്പം ഡ്രൈവിംഗുകാർ പറഞ്ഞിട്ട് കാര്യമില്ല, പോലീസുകാരില്ല അവിടെ ഇപ്പോൾ എന്ത് ചെയ്യാനും. അപ്പം മഴ പെയ്തിട്ടുണ്ട്, ഇവിടെ കുളമാണ്. ഇതിപ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാണേം ഇതും ഇവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം എങ്ങോട്ട് പോകും. അത് നോക്ക്, അപ്പുറത്ത് അത് വെച്ചാൽ ഇപ്പുറത്ത് ഇത് പൊക്കി വെച്ചേക്കാൻ വെള്ളം എങ്ങോട്ട് പോകും. തികച്ചും അശാസ്ത്രീയമായുള്ള രീതിയിലുള്ള, അതായത് ഒരു മഴക്കാലം വന്നാൽ വെള്ളക്കെട്ട് എന്ത് ചെയ്യും എന്ന് അറിയാത്തൊരവസ്ഥയാണുള്ളത്. ഇപ്പോൾ വെയിൽ കാലമായതുകൊണ്ട് മനസ്സിലാവുന്നില്ല. അല്ല, അത് കൂടാണ്ട് അവിടെ ആ ബസ് സ്റ്റോപ്പിന്റെ അവിടെ ഒരു കാണപ്പെടുന്നുണ്ട്. ഞാൻ 1.5 കോടി രൂപയെന്ന് പറഞ്ഞത്. ഒരു തുള്ളി വെള്ളം അതിലോട്ട് പോയില്ല. കാരണം എന്താ, ഇത് എങ്ങനെയെങ്കിലും പോണവരെ വഴി വെക്കണ്ടേ, ഒരു കായലിലൊക്കെ തോട്ടിലൊക്കെ വെക്കണ്ടേ, അതില്ല. ചെന്ന് നോക്കിയാൽ കാണാം. നിങ്ങളൊക്കെ പോലത്തവർ അതൊന്ന് ഷൂട്ട് ചെയ്യേണ്ടതാണ്. വേറെ കാശ് പാഴാക്കി കളഞ്ഞേക്കാണ് സർക്കാരിൻ്റെ. ചെന്ന് നോക്ക്, എന്നിട്ട് മോട്ടർ വെച്ചാൽ വെള്ളം അടിക്കും. ആദ്യം എങ്ങോട്ട് പോകും, ഒരിടത്തും പോകില്ല. ഇപ്പോഴത്തെ ജീവിതം നരകമായിട്ടുള്ള ജീവിതമാണ്. അരൂരും ആലപ്പുഴ വരെ അങ്ങനെ. ആലപ്പുഴയിൽ എനിക്കറിയില്ല, അരൂരക്കാരുടെ അവസ്ഥയാണ്. എൻ്റെ കച്ചവടം തന്നെ നശിച്ച്, എൻ്റെ കട കണ്ട, ഈ കടയുടെ ഭാഗം കണ്ട, ഒരു മനുഷ്യൻ വരിയില്ല. അരൂർ ഒരു കടകളും തുറന്നിട്ടില്ല. ഇവിടെ മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ്. ഈ കട തുറന്നിട്ട് അതിൻ്റെ നശിപ്പും ആൾക്കാർ വരിക, ഒരു മേടിക്കുകയും പൊടി എല്ലാം കയറി രോഗം വരെ പിടിച്ചു. ജീവിതം വലിയ ദുസ്സഹമായിരിക്കുകയാണ്. ആണ്. കച്ചവടത്തിൽ എന്താ ചെയ്യാ? പക്ഷെ എന്ത് ചെയ്യാൻ, ഞങ്ങൾ നശിഞ്ഞു പോണു. ഞങ്ങൾ ബ്ലേഡിന് കാശ് എടുത്തെടുത്ത് മുടിഞ്ഞു പോണു. അല്ലാതെ എന്ത് ചെയ്യും? റോഡാണെങ്കിൽ പണി തീരുന്നില്ല. റോഡ് പണി തീരുന്നില്ല. പക്ഷെ നമുക്ക് നരകാണ്. ഈ വെള്ളം പോവാനും കെട്ടി നിൽക്കുന്നതല്ലാതെ പോവാനുള്ള ഒരു വഴി ഇവിടെ കാണുന്നില്ലല്ലോ. ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണുണ്ട്. ഇത് എങ്ങോട്ട് പോകാനുള്ളതെന്ന് ഇതൊരു വിധത്തിലും ഒരു ഇതായി റോഡിന്റെ അടുക്കൂടി കാണാനുണ്ടെന്നല്ലാതെ വേറെ ഒരു നാട്ടുകാർക്കുണ്ടായില്ല. വെള്ളം വന്ന ഈ കടയിലേക്ക് കയറി വരും. ഞാൻ ഒരു പെണ്ണ് കച്ചവടം ചെയ്യണ കടയാണ്. ഒരു സാധനം പറഞ്ഞാൽ അവർ കേൾക്കില്ല. അവർക്ക് ഒരു മലയാളവും അറിയാമല്ലോ, ഒന്നും അറിയാൻ. ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം കട മുങ്ങും. ഒരു തോളം മഴ പെയ്ത് ചെളിപ്പരുണ്ട്. ഈ കാലസുഖയില്ലാത്ത ഞാൻ തുടച്ചില്ല, പാട് വന്നു. അവരൊന്നും കേൾക്കില്ല. ഒരു പിടി മണ്ണ് വാരിയിടാനാ ഒന്നും ഒരു ലോഡ് മണ്ണ് കൊണ്ടുവന്ന് ഇട്ട് പൊക്കി തന്നാ മതി, ചെയ്യില്ല. ഇങ്ങനെ ഒരുപാട് പേർ ഈ കരയിലുണ്ട്. മെമ്പർമാര് പറഞ്ഞാലും അവർ ചെയ്യില്ല. ഈ റോഡ് പണി നടക്കുന്ന ഏകദേശം 2 വർഷം കഴിഞ്ഞല്ലോ. എങ്ങനെയുണ്ട്? ഇപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണോ? ബുദ്ധിമുട്ട് തന്നെ. ബുദ്ധിമുട്ടായതല്ലേ ഈ വൈകിയൊക്കെ പോണത്. ഈ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടോ? ഭയങ്കര പൊടിയാണ്. അതിന് കൊച്ചുങ്ങളെ ഒന്നും പുറത്തോട്ടൊന്നും ഇറക്കണമെന്നില്ല. പൊടിക്കൊച്ചുണ്ട്, അതിനൊന്നും പുറത്തോട്ട് ഇറക്കാതിരിക്കണേ. യാത്ര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ബസ് കാത്തിരിക്കോ, ബസ് കുറവാ. തോക്കുംപടിക്ക് പോകാൻ വേണ്ടി എത്ര നേരമായിരുന്നു, 1 മണിക്കൂർ കൂടുതലായി നിൽക്കാൻ തുടങ്ങിയിട്ട്. ബസ്സില്ല. വരുന്ന ബസ്സിൽ ഭയങ്കര തിരക്ക്, ബ്ലോക്ക്, അതൊക്കെയാണ്. അല്ലാതെ ഈ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? പൊടിപടലങ്ങൾ? പിന്നെ പൊടിയുടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശ്വാസം മുട്ടല് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. മഴ പെയ്യുമ്പോ വെള്ളക്കെട്ട്, അത് പിന്നെ പറയണ്ട. പിന്നെ റോഡില്ലല്ല, തോട് മാത്രമേ ഉള്ളൂ. മോളൊക്കെ സ്കൂളിൽ നിന്ന് വരണ സമയത്തേ ഭയങ്കര താമസിച്ചായിരുന്നു. 5:30 വീട്ടിൽ വരേണ്ട കൊച്ചു ചിലപ്പോൾ 7 മണിയാവും വരുമ്പോൾ. നമ്മളെ ഒത്തിരി ടെൻഷൻ അടിച്ചു പോകും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതെ, 2 വർഷം 2 യുഗം പോലെ നമുക്ക് തോന്നണേ. ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും ഉണ്ടല്ലോ. അതിലിങ്ങനെ വ്യത്യാസം വരുന്നത് ഞങ്ങളുടെ ഈ അരൂർ മേഖലയിലുള്ളവർക്ക് ഏറെ പ്രയാസം ഈ കഴിഞ്ഞ കുറച്ച് ഘട്ടങ്ങളിലാണ്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത, വെള്ളക്കെട്ട്, അതുപോലെ ബാക്കിയുള്ള ദുരന്തങ്ങൾ, അപകടങ്ങൾ, ഇതൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടോ? ഉണ്ട്, അശാസ്ത്രീയതയുണ്ട്. കാരണം തുടക്കത്തിലെ വേണ്ട പരിഗണന വേണ്ട രീതിയിൽ അർഹിക്കുന്ന രീതിയിൽ നൽകിയിരുന്നെങ്കിൽ
ഇന്നത്തെ ഇത്രയും ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ടാവില്ലായിരുന്നു. കുറച്ചൊക്കെ ബുദ്ധിമുട്ട് സ്വാഭാവികമാണ്, പക്ഷെ അത് കുറച്ച് അതിൻ്റെ ഗ്രേഡ് കുറച്ച് കൂടുതലായിപ്പോയി. അത് യാഥാർത്ഥ്യമാണ്. സംസ്ഥാന ഗവൺമെന്റ് ആണോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ആണോ ഇത് പരിഹരിക്കേണ്ടത്? രണ്ട് സർക്കാരിനും ഭാഗികമായിട്ട് ഇതിൽ അവരുടേതായ കടമ ചെയ്യാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ട് വിഭാഗത്തിനും സംസ്ഥാന ഗവൺമെന്റും അതിൽ കോപ്പറേറ്റ് ചെയ്യണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ അരൂർ അതുപോലെ ആലപ്പുഴ വരെയുള്ള ഈ പ്രദേശങ്ങൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലോ. അത് ഈ ആരോഗ്യപരമായും ബാക്കിയുള്ള തരത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കഴിയും. കാരണം എനിക്കും എൻ്റെ വൈഫിനും ഒരു മാസത്തോളം വല്ലാത്ത ശ്വാസസംബന്ധമായ ബുദ്ധിമുട്ടുകൾ. കാരണം യാതൊരു ട്രീറ്റ്മെൻറ്റിനും നമുക്ക് അതിന് ഒരു സൊല്യൂഷൻ തരാനാവില്ല. അത് ശരീര പ്രതിരോധ ശേഷി കൊണ്ട് തന്നെ അതിനെ മാറ്റിയെടുക്കേണ്ടി വരുന്നു. അതിൻ്റെതായ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്, അരൂർ ഉള്ള എല്ലാവർക്കും പ്രത്യേകിച്ചുണ്ട്. ഇപ്പോഴാണ് അല്പമെങ്കിലും നനച്ചൊക്കെ ഇടുന്ന ഒരു സിറ്റുവേഷനൊക്കെ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് അതില്ലായിരുന്നു. ആകെ പൊടിയുടെ ബഹളം ശല്യം തന്നെയായിരുന്നു.